ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കുറെ ആളുകൾക്ക്. അവരെവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആളി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെന്ത് ചെയ്യുന്നു? ആ വിഷയം ചെന്ന് പരിഹരിക്കുക. ഇവിടെ എറണാകുളം എംപിയും ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുഹമ്മദ് ഷിയാസും ചെയ്തത് ആ വിഷയം അവർ രമ്യമായി പരിഹരിച്ചു. അത് ആ വിഷയം ആളിക്കത്തിക്കാനും ഈ വർഗീയവാദം പറയുന്ന ആളുകൾക്ക് ആയുധങ്ങൾ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത് ചെയ്തത്. ഞാൻ അതിൽ അവരെ രണ്ടുപേരെയും ഹൈബിയെയും ഷിയാസിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാം. ആ വിഷയം തീർത്തു. എന്നിട്ട് ആ അതിലേക്ക് വീണ്ടും എണ്ണ കോരി ഒഴിക്കുകയാണ്, വീണ്ടും അത് ആളിക്കത്തിക്കാൻ വേണ്ടി. അത് ചെയ്യാൻ പാടില്ല. ആ വിഷയം സെറ്റിൽഡാണ്. നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം. ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്ന ആളാണ്. മുനമ്പം വിഷയം ഞങ്ങൾ ഇടപെട്ട എങ്ങനെയാണ്? എല്ലാവരും ഇടപെട്ട എങ്ങനെ? BJP ഇടപെട്ടത് അതൊരു വർഗീയ വിഷയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയി കൊട പിടിച്ചു കൊടുത്തു CPM അല്ലേ? ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ മുനമ്പത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോ മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതി വിധി അത് തന്നെ, വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് വന്നു. ഇനിയിപ്പോ അവർക്ക് ടൈറ്റിൽ കൊടുക്കണം. ഇതൊക്കെ ഗവൺമെന്റ് അപ്പം തന്നെ ചെയ്ത് ഈ വിഷയങ്ങൾ വീണ്ടും ആളിക്കത്തിക്കാതിരിക്കാനുള്ള ആളിക്കത്താനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അത് ക്ലോസ് ചെയ്യേണ്ട ചാപ്റ്ററാണ്, ചർച്ച ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അവരുടെ കയ്യിലെ പാവയാകാനോ അവരുടെ കിണിയിലോ നമ്മൾ പെട്ടുപോകരുത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ട ഒരു സാമൂഹ്യ ബന്ധങ്ങൾ, അത് ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ വലുതാക്കി കൊണ്ടുവന്ന് അത് വഷളാക്കരുത്. സാമൂഹ്യ അന്തരീക്ഷം കേടാക്കരുത്. അത് കേരളത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ഗവൺമെന്റാണ് അത് പറയേണ്ടത്. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്കാണ് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഇടപെടലുകൾ നിങ്ങൾ നിരീക്ഷിച്ചു. ഞങ്ങൾ ഈ ഒരു ലൈനിലാണ് പോകുന്നത്. സമാധാനിപ്പിക്കാറാണ് പതിവ് എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി വീണ്ടും ഒരു വിവാദം വരികയാണ്. ചാണ്ടിയുമായി ഒരു പ്രതികരണം വന്നു. അഭിനന്ദനയ്ക്ക് അർഹിച്ചിരുന്ന സ്ഥാനം ഞാനത് കറക്റ്റായിട്ട് കേട്ടു. ഒരു തർക്കമുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞത്. അതൊന്നൊരു വിഷയമല്ല. അത് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനൗൺസ് ചെയ്തത്. ഞാൻ പറയില്ല, നല്ലൊരു ടീം വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും അഖിലേന്ത്യാ സെക്രട്ടറിമാരായിട്ടും വർക്കിംഗ് പ്രസിഡന്റായിട്ടും നല്ല പിള്ളേരാണ് വന്നിരിക്കുന്നതൊക്കെ. നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരാണ്. അവര് നന്നായിട്ട് വർക്ക് ചെയ്യും. അവര് ടീമായിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നേ. ചുമ്മാ ഇല്ല അദ്ദേഹത്തിന്റെ വാക്കൊന്നുമില്ല. ഇല്ല അത് അദ്ദേഹത്തിന് ഇല്ല അതൊന്നും ഒരു വിഷയമല്ല. ഇത് അവര് നന്നായി വർക്ക് ചെയ്ത് ഒരുമിച്ച് പോകും. ഞങ്ങളെല്ലാ പിന്തുണയും അവർക്ക് കൊടുക്കും. നല്ല പിള്ളേരാണ്. ഒരു ഗ്രൂപ്പുമില്ല എന്ത് ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പില്ല. ഈ പിള്ളേർക്കൊക്കെ എന്ത് ഗ്രൂപ്പ്? ഒന്നുമില്ലല്ലോ, അങ്ങനെയൊന്നും. അതൊന്നൊരു വിഷയമല്ല. നിങ്ങൾ ഇനി എല്ലാ ദിവസവും അത് തന്നെ എന്തെല്ലാം കാര്യം ഈ നാട്ടിലുണ്ട്. ചുമ്മാ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ല. അത് മതി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.